അസ്സലാമു അലൈക്കും. യാസീൻ്റെ ചില പ്രത്യേകതകളാണ് ഇവിടെ പറയുന്നത്. ഒരാൾ ദിവസേന യാസീൻ സൂറത്ത് ഓതുകയാണെങ്കിൽ അവൻ എന്തെല്ലാം ലഭിക്കുമെന്ന് നമുക്കറിയാം. സ്ഥിരമായി എല്ലാ ദിവസങ്ങളിലും പതിവായിട്ടൊരാൾ യാസീൻ ഓതിയാൽ അവൻ്റെ എല്ലാ ദോഷത്തിന് തൊട്ടും അള്ളാഹു പുറത്തു കൊടുക്കും. സ്വർഗ കവാടങ്ങൾ അവന് വേണ്ടി തുറക്കപ്പെടും. ശിക്ഷയും വിചാരണയും കൂടാതെ അവൻക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റും. അവൻ്റെ എല്ലാ ആവശ്യങ്ങളും വീടപ്പെടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് യാസീൻ ഓതിയാൽ കിട്ടുന്നൊരു കാര്യമാണ്. അതായത് നമ്മുടെ ദോഷങ്ങൾ പുറത്തപ്പെട്ട് കിട്ടും, സ്വർഗ കവാടങ്ങൾ തുറന്ന് കിട്ടും. പിന്നെയോ നമ്മുടെ ശിക്ഷകളൊക്കെ വിചാരണ കൂടാതെ അതൊക്കെ മാറിയിട്ട് നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു കാര്യം കൂടിയാണ് നമ്മൾ യാസീൻ ഓതിയാൽ കിട്ടുന്നത്. പിന്നെ നമ്മൾ എന്താഗ്രഹങ്ങൾ, നമ്മുടെ മനസ്സിൽ എന്ത് ആവശ്യങ്ങളാണെങ്കിലും അതും വീടപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്, എല്ലാ വസ്തുക്കൾക്കും ഉണ്ട് ഒരു കൽബ്. അപ്പോൾ ഖുർആൻ്റെ കൽബ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം യാസീനാണെന്നല്ലേ. അപ്പോൾ യാസീൻ എങ്ങനെയാണ് ഓതേണ്ടത്? നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ഓതണം? യാസീൻ 41 പ്രാവശ്യമാണ് ഓതേണ്ടത്. അപ്പോൾ അത് ഓതാൻ കഴിയാത്തവരെന്ത് ചെയ്യണം? 4 തവണയെങ്കിലും യാസീൻ ഓതണം. അത് ഓതുമ്പോൾ നിങ്ങളെ മനസ്സിൽ മറ്റ് യാതൊരു ചിന്തകളും കടന്നുകൂടാൻ പാടില്ല. പിന്നെയോ 41 പ്രാവശ്യം നിങ്ങൾ ഇത് ഓതിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ 4 പ്രാവശ്യം യാസീൻ ഓതിക്കഴിഞ്ഞാൽ നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹം നിറവേറാൻ ദുആ ചെയ്യാം. മറ്റൊന്ന്, നിങ്ങൾക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ നിങ്ങൾ ഈ 41 പ്രാവശ്യം യാസീൻ ഓതിയാൽ, അല്ലെങ്കിൽ 4 പ്രാവശ്യം യാസീൻ ഓതിയാൽ നിങ്ങൾക്ക് ഭക്ഷണത്തിനാണ് പ്രയാസമെങ്കിൽ നിങ്ങൾ ഈ താഴെ കൊടുത്ത ദുആ ചൊല്ലുക. എന്നതിന് ശേഷം നിങ്ങൾ കിടന്നുറങ്ങിയാൽ നിങ്ങളുടെ ഭക്ഷണത്തിനുള്ള വക നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക. അള്ളാഹുവിൻ്റെ ആയത്തുകൾ കൊണ്ടല്ലേ നമുക്ക് എന്തും ലഭിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല മനസ്സോടുകൂടി, നിങ്ങൾ ഓളോടുകൂടി ആത്മാർത്ഥമായി റബ്ബിനോട് ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എല്ലാ ആഗ്രഹങ്ങളും റബ്ബ് സാധിച്ചു തരും. എല്ലാവർക്കും നല്ല ഹൈറായ സന്തോഷമുള്ള നല്ലൊരു ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.